ലംഘിച്ചാൽ അത് മന്ത്രിയാണെങ്കിലും പരാതി നൽകും. മോട്ടോർ വാഹന നിയമം ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി അഭിഭാഷകനായ ആദർശ് എസ്. സാർ, എന്താണ് ഈ ഗതാഗത മന്ത്രിക്കെതിരെ ഒരു പരാതി ഉന്നയിക്കാൻ കാരണം? അത് ഈ മാർച്ച് 26-ന് അദ്ദേഹം നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വിഫ്റ്റിൻ്റെ ആസ്ഥാനമായ ആനയറ, തിരുവനന്തപുരം ആനയറയിൽ നിന്നും 20 കിലോമീറ്ററോളം പബ്ലിക് റോഡിലൂടെ ബസ് ഓടിച്ചു. ഒരു 38 സീറ്റർ ബസ്സാണ്, 38 സീറ്റർ ബസ്. അപ്പോൾ ഇതിനകത്തെ വയലേഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഓടിക്കുമ്പോൾ പ്രിസ്ക്രൈബ്ഡ് യൂണിഫോം പറയുന്നുണ്ട് നമ്മുടെ നിയമത്തിൽ. അത് അദ്ദേഹം ധരിച്ചിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന് ലൈസൻസ് ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഹെവി ലൈസൻസ് ഉണ്ടാവും. പക്ഷേ നോർമലി ഹെവി ലൈസൻസ് അത് ഗുഡ്സ് വെഹിക്കിൾ ഓടിക്കാനുള്ളതാണ് നോർമലി കിട്ടുന്നത്. പാസഞ്ചർ വെഹിക്കിൾ എടുക്കാനാണെങ്കിൽ പ്രത്യേക ടെസ്റ്റ് പാസ്സായിട്ടാണ് പാസഞ്ചറിൻ്റെ ബാഡ്ജ് എടുക്കുന്നത്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഉണ്ടോ എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. അപ്പം അതില്ലെങ്കിൽ അതും ഒരു സീരിയസ് വയലേഷനാണ്. അപ്പോൾ മെയിനായിട്ട് നമുക്കിപ്പോൾ കണ്ടതിൽ ഉള്ള വയലേഷൻ ഒന്ന്, അദ്ദേഹം യൂണിഫോം ധരിക്കാതെ തന്നെ അത് ഓടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഗതാഗത നിയമത്തിൽ പറയുന്ന വയലേഷൻസ് അത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ തമാശയായിട്ടുള്ളൊരു വയലേഷൻ KSRTCയുടെ പുതിയതായി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ബസ്സിൻ്റെ പെർഫോമൻസ് ടെസ്റ്റാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് പെർഫോമൻസ് ഇവാലുവേഷൻ. ഒരു ബസ്സിൻ്റെ ടെക്നിക്കൽ ലെവലിലുള്ളൊരു കാര്യമാണ്. അത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രം ചെയ്യേണ്ട ഒരു ജോബാണ്. ഒരു മന്ത്രിക്ക് അതെങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് അതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരുന്നത്. കാരണം KSRTCയിൽ തന്നെ ഇതിനായിട്ട് 3 ഉദ്യോഗസ്ഥർ, ടെക്നിക്കൽ ഉദ്യോഗസ്ഥരുണ്ട്. വെഹിക്കിൾ സൂപ്പർവൈസർ, ഹെഡ് വെഹിക്കിൾ സൂപ്പർവൈസർ, വെഹിക്കിൾ മൊബിലിറ്റി ഓഫീസർ. ഇങ്ങനെ 3 തസ്തികകൾ KSRTCയിൽ തന്നെ ഇതിനായിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഇതിനു വേണ്ടി തന്നെ ഉണ്ട്. അതായത് KSRTCയുടെ ബസ്സുകളുടെ അല്ലെ കാര്യങ്ങൾ ടെക്നിക്കൽ ഇവാലുവേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ 3 തസ്തികകൾ ഇപ്പോൾ ഇദ്ദേഹം നമുക്കറിയാം മന്ത്രിയായ സമയത്ത് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഷ്കാരങ്ങൾ, അങ്ങനെ ഗതാഗത വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പുതിയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ജനങ്ങൾക്ക് സ്വീകാര്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാം KSRTC വളരെ നഷ്ടത്തിലോടുന്നൊരു സ്ഥാപനമാണ്. ഇദ്ദേഹം ഇതുപോലെ പെർഫോമൻസ് ടെസ്റ്റൊക്കെ ചെയ്യാൻ ക്വാളിഫൈഡ് ആണെങ്കിൽ ഈ 3 തസ്തികകൾ അങ്ങ് എടുത്തു കളയണ്ടേ? കാരണം അപ്പോൾ അത്രയും സാമ്പത്തിക ബാധ്യത KSRTCയിൽ നിന്ന് ഒഴിവാകുമല്ലോ. അപ്പം KSRTCയുടെ ഒരു പ്രിസ്ക്രൈബ്ഡ് ടേംസ് അല്ലെങ്കിൽ നോംസിന് എതിരായിട്ടാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ഇദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ പ്രീവിയസ് വർക്ക് എക്സ്പീരിയൻസോ ഒന്നും ഒരു ബസ്സിൻ്റെ ഒന്നും അല്ലെങ്കിൽ ഒരു വെഹിക്കിളിൻ്റെ ടെക്നിക്കൽ ഇവാലുവേഷൻ നടത്താൻ പറ്റിയ ഒരു ഫീൽഡിലല്ല. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക്, വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മുടെ ഇതിൻ്റെ. തമാശയായിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. ഒരു ഗതാഗത വകുപ്പ് മന്ത്രിക്ക് വണ്ടിയുടെ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ നമ്മളുടെ ആരോഗ്യവകുപ്പ് മന്ത്രി വന്ന് ഇവിടെ ഓപ്പറേഷൻ നടത്തേണ്ടത് നമ്മൾ കാണേണ്ടി വരും. ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി കൊടുക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കറാണ് ഇപ്പോഴത്തെ KSRTCയുടെ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹം ഇതിൻ്റെ കൂടെ ഈ ബസ്സിൽ ഉണ്ട്, അതായത് ഈ മന്ത്രിയുടെ കൂടെ. അദ്ദേഹം തടയുന്നില്ല ഇതിനെ. അതായത് ഇതൊരു നിയമവിരുദ്ധ പ്രവർത്തനമാണ്, ഇത് റോഡിൽ കൂടെ ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല. 20 കിലോമീറ്ററാണ് അദ്ദേഹം വാഹനം ഓടിച്ചിരിക്കുന്നത് ഇങ്ങനെ നിയമം ലംഘിച്ചുകൊണ്ട്. അത് മാത്രമല്ല KSRTCയുടെ MD, ഈ പറയുന്ന അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറും പിന്നെ KSRTCയിലെ ഉന്നത ഉദ്യോഗസ്ഥരും, ഗതാഗത വകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ, പിന്നെ ലൈലൻ കമ്പനിയുടെ ഉദ്യോഗസ്ഥർ, ഇവരിത്രയും പേരാണ് പാസഞ്ചേഴ്സായിട്ടുള്ളത് അതിനകത്ത്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ വീഡിയോ കണ്ടതെന്ന് മനസ്സിലാകുന്നത് ഒരു 20 പേരോ അല്ലെ അതിന് മേളിൽ ആളുകളുണ്ട്. 38 സീറ്റർ വാഹനമാണത്. അപ്പം അതിനകത്ത് ഇത്രയും പേര്, ഇത്രയും നിയമലംഘനം നടത്തുന്ന ഒരാൾ പോലും ഇദ്ദേഹത്തിനോട് ഇത് നിയമവിരുദ്ധ പ്രവർത്തനമാണ് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. ഇനി പറഞ്ഞാൽ കേൾക്കാത്തതാണോ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല, ടെക്നിക്കൽ ഇവാലുവേഷൻ നടത്താൻ മന്ത്രിക്ക് എന്ത് ബേസിക് ക്വാളിഫിക്കേഷനാണ് അതിനകത്തുള്ളത്? ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പോലും മന്ത്രി ചെയ്യേണ്ട പണിയല്ലല്ലോ അത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ ഇതുപോലെ നിയമം ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരുടെ അവസ്ഥ എന്താവും? അവർ ഇതിനപ്പുറം കാണിക്കത്തില്ലേ? 2020 ബിജു പ്രഭാകർ MD ആയിരുന്ന സമയം, KSRTC MD ആയിരുന്ന സമയത്ത് അദ്ദേഹം ഇതേ വയലേഷൻ കാണിച്ചിരുന്നു. അതായത് പബ്ലിക് റോഡിൽ കൂടെ വാഹനം ഓടിച്ചു, വണ്ടി ടെസ്റ്റിംഗ് എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ അന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് പരാതി കൊടുത്തു, അന്ന് DGPക്കും പരാതി കൊടുത്തായിരുന്നു. അന്ന് എനിക്ക് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയ മറുപടി, ബീയിങ് എ ചെയർമാൻ കം മാനേജിംഗ് ഡയറക്ടർ, അദ്ദേഹത്തിന് അതിനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് എനിക്കൊരു ഒറ്റ ക്വസ്റ്റിനെ ഗതാഗത വകുപ്പിനോട് ചോദിക്കാനുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രൈവറ്റ് ബസ് മുതലാളിമാരും പിന്നെ ഈ ലോറി മുതലാളിമാരൊക്കെ ഉണ്ട്. അവർക്കെല്ലാം അവരെ ലോറിയും ബസ്സും ഒക്കെ ആയിട്ട് റോഡിൽ റോഡ് ടെസ്റ്റ് എന്നും പറഞ്ഞെങ്കിൽ ഇറങ്ങാമല്ലോ. ഇവർ നടപടിയൊന്നും എടുക്കില്ലല്ലോ. ഏത് നിയമം ലംഘിച്ചുകൊണ്ട് അവർക്ക് ഓടിച്ചു നടക്കാമല്ലോ.
ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അഭിഭാഷകൻ ആദർശ് എസ് പരാതി നൽകിയിരിക്കുന്നത്. നിയമം അത് സാധാരണക്കാരനും മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഒരുപോലെ ബാധകമാകണം എന്നുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ പരാതിയിലൂടെ ആദർശ് എസ് വ്യക്തമാക്കുന്നത്. ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം CR ശ്യാം, ഫോക്കസ് ന്യൂസ് TV.